പരാതി നൽകിയ യുവതിയുമായി ഹോട്ടലിൽ പോയിരുന്നു എന്ന കാര്യം സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലബ് 7 ഹോട്ടലിലെത്തിയ കാര്യമാണ് തെളിവെടുപ്പ് സമയത്ത് സമ്മതിച്ചത്. 408 നമ്പർ റൂമും തിരിച്ചറിഞ്ഞു. അതിജീവിതയുമായി സംസാരിക്കാനാണ് എത്തിയതെന്ന വിശദീകരണമാണ് നൽകിയത്. പീഡിപ്പിച്ചെന്ന പരാതിയിൽ മറുപടിയില്ല. രാഹുൽ BR എന്ന രജിസ്റ്ററിലെ പേരും നിർണായക തെളിവെന്ന് SIT വിലയിരുത്തുന്നു. ലാപ്ടോപ്പ് എവിടെയെന്ന ചോദ്യത്തിനും മറുപടി നൽകിയില്ല. പിടിച്ചെടുത്ത മൊബൈലുകളുടെ പാസ്വേഡും നൽകുന്നില്ല. നിർണായക ദൃശ്യങ്ങളും ചാറ്റും കണ്ടെത്താതിരിക്കാനുള്ള നീക്കമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അത് രാഹുൽ BR എന്ന പേരിലാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് തെളിവാണ്. പക്ഷേ ഈ ഫോൺ ലോക്ക് തുറക്കാതിരിക്കുക, സഹകരിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്താൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവും. നിലവിൽ രാവിലത്തെ തെളിവെടുപ്പിന് ശേഷം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? 2024 ഏപ്രിൽ 8 ഉച്ചയ്ക്കാണ് ഈ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി എത്തിയത്, അല്ലെങ്കിൽ യുവതി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കാത്തിരുന്നത് എന്ന വിവരങ്ങളായിരുന്നു ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. ആ പരാതിയിലെ പരാമർശങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് SIT എത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആ ഹോട്ടൽ രജിസ്റ്ററിൽ നിന്ന് രാഹുൽ BR എന്ന പേര് ഈ യുവതിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ രജിസ്റ്റർ അവർ പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. പിന്നീട് കോൾ ഡേറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി നടത്തേണ്ടത് ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീളുകയായിരുന്നു. അതിനിടയിലാണ് 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയത്. അതിന്റെ ഭാഗമായാണ് അതീവ സുരക്ഷയിൽ, അതായത് ഒരു തരത്തിലും പുറത്തേക്ക് വിവരം ചോരാത്ത തരത്തിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് പ്രതിഷേധിക്കാനായി സംഘടിക്കാത്ത തരത്തിൽ പുലർച്ചെ 5:30 ക്ലബ് 7 ഹോട്ടലിൽ, KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ക്ലബ് 7 ഹോട്ടലിൽ രാഹുലുമായി അന്വേഷണ സംഘം എത്തുന്നത്. ഏതാനും മിനിറ്റുകൾ, ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് മാത്രമാണ് ഹോട്ടലിനുള്ളിൽ അന്വേഷണ സംഘം രാഹുലുമായി ചെലവഴിച്ചത്. യുവതിയുമായി അവിടെ എത്തിയിരുന്നു എന്ന കാര്യം, അല്ലെങ്കിൽ അവിടെ അവർ സംസാരിക്കാൻ എത്തിയത് എന്ന തരത്തിലാണ് രാഹുൽ അന്വേഷണ സംഘത്തോട് ഇതിനോടകം നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. അതിനപ്പുറത്തേക്ക് ഈ അതിക്രമം സംബന്ധിച്ച ചോദ്യങ്ങളോട് മൌനം മാത്രമായിരുന്നു രാഹുലിന്റെ മറുപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല, ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, പല ചോദ്യങ്ങൾക്കും രാഹുൽ വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നാണ് SIT നൽകുന്ന സൂചന. അതോടൊപ്പം ഈ ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും പാസ്വേഡ് ലഭിച്ചാൽ മാത്രമേ കൃത്യമായി അതിനുള്ളിലെ വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാൻ കഴിയൂ. ഈ യുവതിയുടെ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ ഈ ഫോണിൽ ഉണ്ടായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിൽ ഇതുവരെയും രാഹുലിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ ഒരു മറുപടി അവരോട് ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോഴും മൌനം മാത്രമാണ് പല ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഫോറൻസിക് പരിശോധന അടക്കം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഒരു തരത്തിലും ഈ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും പാസ്വേഡ് പറഞ്ഞു നൽകാനായി രാഹുൽ തയ്യാറാകാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വിവരങ്ങളടക്കം നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയെ ഒരുപക്ഷെ അന്വേഷണ സംഘം അറിയിച്ചേക്കും. അതായത് പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. അതായത് പുതിയ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച്, BNSലെ പുതിയ വകുപ്പുകൾ അനുസരിച്ച് ഒരാളുടെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ, സ്മാർട്ട് ഫോണിലെ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പരിശോധിക്കാൻ ഉള്ള പരിമിതികളുണ്ട്. അത് സ്വകാര്യതയുടെ ലംഘനമായി നിയമ സംവിധാനങ്ങൾ തന്നെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം വരും. അതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ കൊണ്ട് തന്നെ പാസ്വേഡ് കൃത്യമായി രാഹുലിന്റെ പക്കൽ നിന്ന് തന്നെ വാങ്ങി ഈ ഫോണിലെയും ലാപ്ടോപ്പിലെയും വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് രാഹുലിൽ നിന്ന് തെളിവെടുപ്പ് നടത്താൻ, അല്ലെങ്കിൽ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചത്. പക്ഷേ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. അതായത് തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പ്രതിഭാഗവും കഴിഞ്ഞ ദിവസം കോടതിയിൽ, തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിച്ചത്. എന്തായാലും കേസിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പാലക്കാടും രാഹുലുമായി വൈകാതെ തന്നെ തെളിവെടുപ്പുണ്ടാകുമെന്നാണ് സൂചന.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.